പാസ്പോർട്ട് അപേക്ഷകർക്ക് പുതിയ മാർഗനിർദ്ദേശവുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ചിത്രത്തിന് പുതിയ മാനദണ്ഡം നിശ്ചയിച്ചു. അടുത്ത മാസം 1 മുതൽ തീരുമാനം നടപ്പാക്കുമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കി. ഈ ചിത്രങ്ങളിലുണ്ട് പാസ്പോർട്ട് അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന ഫോട്ടോയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ. പ്രധാന മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെ: തലയും തോൾഭാഗവും ഉൾപ്പെടുന്ന വിധത്തിലുള്ള ചിത്രങ്ങളാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. കളർ ഫോട്ടോ ആയിരിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ഫിൽറ്ററോ എഡിറ്റിംഗോ പാടില്ല. വെള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ളവയായിരിക്കണം ചിത്രങ്ങൾ. കണ്ണുകളടക്കമുള്ള ബയോമെട്രിക് വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ ക്യാമറയിലേക്ക് നേരിട്ട് നോക്കുന്ന വിധത്തിലായിരിക്കണം ചിത്രം. മുഖമോ കണ്ണുകളോ മറയ്ക്കുന്ന വിധത്തിൽ മുടി വീണ് കിടക്കരുത്. മുഖം വ്യക്തമായി കാണണം. കണ്ണിലെ കൃഷ്ണമണിയിൽ നിഴലോ പ്രതിബിംബങ്ങളോ പാടില്ല. മുഖത്ത് വെളിച്ചക്കുറവോ നിഴലോ ഉണ്ടാകരുതെന്നും വാ തുറന്നു പിടിച്ചുള്ള ചിത്രങ്ങൾ അംഗീകരിക്കില്ലെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ക്യാമറയുടെ ഏതാണ്ട് 1.5 മീറ്റർ അകലെ നിന്നും എടുത്ത ചിത്രങ്ങളാണ് കൂടുതൽ ഉചിതം. മുഖത്തെ ഭാവം സാധാരണ നിലയിലുള്ളതായിരിക്കണമെന്നും കോൺസുലേറ്റിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പാസ്പോർട്ടിലെ ചിത്രങ്ങളെക്കുറിച്ച് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നേരത്തെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ചാണ് പുതിയ മാനദണ്ഡം കോൺസുലേറ്റ് പുറപ്പെടുവിച്ചത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.